നമ്മുടെ 3 ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ഉണ്ണി അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. 3 പേര് റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആര്യ ചേച്ചി, ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ ദുർഗു എത്തുന്നു. ദുർഗക്കുട്ടി എത്താണ്, വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദുർഗക്കുട്ടി. ഹായ്. നമ്മൾ ഇന്ന് ഒരേ കളറാണ്. സെയിം പിച്ച്. നമ്മൾ ഇന്ന് ഒരേ കളറല്ല. ഉണ്ണിയങ്കൾ ഒരു ഇച്ചിരി ഷർട്ടിന്റെ ഇത്ര ഒരു വര മാത്രം, ഹാഫ് സെയിം പിഞ്ച്. ദുർഗു, എന്തോ ഈ സൈഡിൽ നിൽക്കുന്ന ആ പുള്ളിയില്ലേ, ചേച്ചി, ആ പുള്ളി അത് ചെറിയ പുള്ളിയല്ലാട്ടാ, വലിയൊരു പുള്ളി. വലിയൊരു പുള്ളിയാ. എന്തോ നിയമസഭയിൽ പ്രസംഗിക്കാൻ പോവാ. കേട്ടിട്ടുണ്ടോ? ശരിക്കും വായന വരുന്നുണ്ട്, ഒരു സെഷൻ. അപ്പൊ അതില് പക്ഷെ അത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കേട്ടോ. ഞാനും ഭയങ്കര ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ എന്റെ അടുത്ത് നമ്മുടെ രാകേഷ് ഏട്ടനാ പറഞ്ഞേ. അപ്പൊ ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാനും അറിഞ്ഞില്ല എങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ BA ഓണേഴ്സ് ആണ് പഠിക്കണേ. ഉണിച്ചേട്ടാ, എന്റെ മുത്തശ്ശനൊക്കെ പഠിച്ച ഓണേഴ്സ് അതാണ് പഠിക്കാൻ പോണേ. അത്രയും പഴയത്. ഇതിപ്പോ വന്നിട്ടേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയല്ലേ? അതെ അതെ, അതുകൊണ്ടല്ലേ വിളിച്ചിരിക്കണത് നിയമസഭ. എന്നെ സഹിക്കാൻ വയ്യ ബുദ്ധികാരനെ. വേറെ ആരും കിട്ടിയില്ലേ? അയ്യോ, അങ്ങനെ പറയുന്നത് തൽക്കാലം എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണോ? പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു ചേച്ചി. അതാണ് ദുർഗു. അങ്ങനെ മീനുകുട്ടി ഒരു റോൾ മോഡൽ ആവാൻ പോവാണ് നമ്മുടെ കുട്ടികൾക്ക്. എപ്പോ കാണാൻ പറ്റും? ജനുവരിയിലായിരിക്കും. നിങ്ങൾ ആരും കാണേണ്ടത്, എല്ലാരും കാണണം കേട്ടോ. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്നുമില്ല, പ്രിപ്പറേഷൻ ഒന്നുമില്ല. അത് പറ്റില്ല. ഇല്ല, എനിക്കങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നതിനെ കഴിഞ്ഞും അവരെന്തെങ്കിലും ചോദിക്കുമ്പോ നമുക്ക് അറിയുന്ന അങ്ങനെ പറയാനും ഇഷ്ടം. എനിക്ക് അല്ലാണ്ട് അങ്ങനെ പഠിച്ചു പോണത് അപ്പൊ വരുന്നതാണ്. അപ്പൊ വരുന്നത് പറയാനാ എനിക്കിഷ്ടം. സാർ പറയും സ്വയമേവാഗതമായ. അതെ, ആ രീതിയിലാണ്. അതെ, മീൻകുട്ടി ഒരു സംഭവം. നല്ലൊരു കൈയോട്. അയ്യോ താങ്ക് യു. അപ്പൊ ദുർഗു, എന്തോ ഇതൊക്കെ കണ്ടുപിടിച്ചോ? അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് വിശേഷം? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പം ടോപ്പ് സിംഗറിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായി. ആദ്യം കേൾക്കുകയാണല്ലോ. അതെന്തിനാ? ചെറിയൊരു വഴക്ക്. എന്താന്ന് പറ. അത് ഞാന് വീട്ടിൽ പോയപ്പം എന്റെ പരിപാടി ഉള്ള ദിവസമായിരുന്നു. പാട്ടുള്ള ദിവസം. അപ്പം അച്ഛൻ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് TV കാണാൻ വരുക. TVയുടെ സ്വിച്ചൊക്കെ ഓണാക്കി റിമോട്ട് അവിടെ എല്ലാം തപ്പുക. അവിടെ ഒന്നും കണ്ടില്ല. എല്ലാ മുറിയിലും പോയി തപ്പി, എല്ലായിടത്തും കാണുന്നില്ല. എന്തുവാ, അവസാനം 7 മണിയും കഴിഞ്ഞ് 7:30 എന്നിട്ട് പിന്നെ അച്ഛൻ കുറച്ചു നേരം ദേഷ്യം വന്ന് അവിടെ പോയി ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ദാഹിച്ചപ്പോ വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് തുറന്നേ, അതിനകത്ത് റിമോട്ട് ഇരിക്കുന്നു. അത് അമ്മ ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അടുക്കളയിൽ എന്താണ് ചെയ്യുന്നതിന്റെ കൂടെ ഫ്രീസറിലാണോ വെച്ചത്? ഫ്രിഡ്ജിലാ വെച്ചത്. പാലിന്റെ ഒക്കെ കൂടെ തണുത്തുറഞ്ഞ റിമോട്ട്. ഘനീഭവിച്ച ഒരു റിമോട്ട്. അവസാനം മോള് പാടിയത് കണ്ടോ? പിന്നെ അച്ഛൻ അമ്മ വഴക്ക് പറഞ്ഞ് ഫോണിലാ കണ്ടത്. TV കാണാൻ പറ്റിയില്ല. ടോപ്പ് സിംഗർ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ. റിമോട്ട് ഫ്രിഡ്ജില്, അമ്മ അച്ഛനെ അടി. അതെ, അതിൽ നിന്ന് ചേച്ചി എന്ത് മനസ്സിലാക്കണം? ഫോൺ വിളിച്ചോണ്ട് ഫ്രിഡ്ജ് തുറക്കരുത്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ. ആഹാ, എനിക്ക് ഈ പാട്ടിന് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാ അത് മണിച്ചേട്ടനാണ്, രാജമണിച്ചേട്ടനാണ് മ്യൂസിക്. രാജമണിച്ചേട്ടനും ഞാൻ ഒരേ സ്റ്റുഡിയോയില്, സ്റ്റീഫന്റെ സ്റ്റുഡിയോയില് ചെന്നൈയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത്. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യും, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വെളിയിൽ വെയിറ്റ് ചെയ്യും. ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ലഞ്ച് വരും. അപ്പോൾ ബീന ചേച്ചിയാണ് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്നത്, മണിച്ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ നല്ല ബെസ്റ്റ് ഭക്ഷണമായിരിക്കും ചേട്ടാ. അതിങ്ങനെ കഴിക്കാനായിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബീന ചേച്ചി വന്ന് ഇത് വിളമ്പിത്തരും. അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് ബിച്ചു തിരുമല സാർ. മൂവി സ്വാഗതം. ഇയർ 1989. പാടിയത് G വേണുഗോപാൽ സാറും MG ശ്രീകുമാർ സാറും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
മിടിക്കായിട്ട് പാടിയല്ലോ. താങ്ക് യു സാർ. എങ്ങനെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. ഇതിലൊരു വരിയില്ലേ, ശ്രുതിയാണു ഞാൻ ലയമാണു നീ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ശ്രുതിയാണ് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ശ്രുതി ചേർന്നിരിക്കണം, അല്ലെങ്കിൽ അതങ്ങനെ പറയാൻ പാടില്ല. അതെനിക്ക് ശ്രുതി ചേരാത്തത് കൂടുതൽ എനിക്ക് തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത് താഴെ മ എന്നുള്ള നോട്ട് വരുന്നത്. മോഹങ്ങളാലേ മാമാ അല്ലേ, അന്ന് പഠിക്കേ. ആ അതിന്റെ സംഗതിയില്ലേ, അത് കുറച്ചുകൂടെ സ്ലോവർ ആക്കാമോ? ഓക്കെ. പിന്നെ പവിഴങ്ങളില്ലേ, പവിഴങ്ങൾ ചോരുന്ന ചുണ്ടിൽ നിന്നും അത് ഈ നോട്ട്സ് തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് അവിടെ വരണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സംതിങ് ലൈക്ക് ദാറ്റ്. അത് പാടും. പവിഴങ്ങൾ ചോരുന്ന ചുണ്ടിൽ നിന്നും പൊഴിയുന്നതെന്നുമെന്നാമമല്ലേ. ഇത് തന്നെ ആദ്യത്തെ ഹമ്മിങ്ങിൽ വരുന്നുണ്ട്, ഇതേ ഭാഗം വരുന്നുണ്ട്, ഈ നോട്ട്സ് തന്നെ. അതെന്താണ്? ഇപ്പൊ അതിന്റെ ഒരു അരുമയായിട്ട് വരുന്നുണ്ട്. നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ട് പല കാര്യങ്ങളും കാണണം. അതിനെന്ത് വേണം? നമ്മുടെ ഭൂത കണ്ണാടി വെച്ച് ഈ സ്വരങ്ങളൊക്കെ നോക്കണം, ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. മണിച്ചേട്ടൻ ഒരുപാട് സാധനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടേ. ആ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് അത് നമ്മളിലേക്ക് സ്വായത്തമാക്കുമ്പോൾ നമ്മൾ ശ്രുതിയാണ് ഞാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കയറിയിട്ടുണ്ടോ? ചില വാതിലുകളൊക്കെ തുറക്കാനുണ്ടല്ലേ, ചില വാതിലുകൾ. ആ വാതിൽ തുറക്കുമ്പോൾ എന്താവും? പെർഫെക്റ്റ് ആവും. ഒരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഇത് വളരെ ശ്രദ്ധിക്കണം, എല്ലാ പാട്ടുകാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ശ്രദ്ധിക്കാത്ത കാര്യമാണ്. കാരണം ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്ന വേറൊരു നദിയുണ്ട്, അതാണ് ഈ കോഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. കോഡ്സ് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, അത് തെറ്റല്ല. കാരണം മോൾക്കാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ ഞാൻ പറയാണ്, അത് ആ കോഡ് ശ്രദ്ധിക്കുക. ഇപ്പൊ ദേവി 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 എന്ന് പറയുന്നത് ഒരേ നോട്ടല്ലേ, സാ 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 അങ്ങനെ ചിരിക്കുന്നു, ഒരേ നോട്ടാണ്. പക്ഷെ ഇതിന് കളർ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിൽ കോഡ് വരുമ്പോഴാണ്. അപ്പൊ ആദ്യം എഫ് ഷാർപ്പ് മൈനറിൽ വരുമ്പോ ദേവി ദേവി ദേവി. ഇപ്പൊ 3 കോഡ് വായിച്ചു, പക്ഷെ ഒരേ നോട്ടാണ്, പക്ഷെ 3 കളറായിട്ട് തോന്നുന്നില്ലേ? അതാണ് ഹാർമണിയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകം എന്നുള്ളത്. അത് വലിയൊരു വാതിലാണ് കേട്ടോ, ഉള്ളിൽ ഭയങ്കര ഒരു കടലുമാണ്. പക്ഷെ നമുക്ക് ഈ കടലിനെ ഇവിടുന്ന് വെളിയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പൊ കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഓരോ കോഡും അത് കേൾക്കുക, അതനുസരിച്ച് ഒന്ന് ഉള്ളിലേക്ക് കടത്തുക, പിന്നെ ആ കോഡിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പാടുക. ഓക്കെ, ദുർഗു 2.0 അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, ദുർഗക്കുട്ടി എന്തോ തുറക്കാൻ പോകുന്ന ആ വേറൊരു വാതിൽ എനിക്ക് തോന്നുന്നു അക്ഷരങ്ങൾ പറയുമ്പോ ഇപ്പൊ ദേവി ദേവി ഒന്ന് പാടാമോ? അത് ദേവി 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 എവിടേക്ക് എന്നാ കേക്കുന്നത്. ഈ സൗണ്ട് വരുമ്പം ദേവി ദേവി വി വി എന്ന് കേൾക്കണം നമുക്ക്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താ വേ ദേവേ എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ആണ്, ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ചെറിയ ശ്രുതി, ചെറിയ പ്രൊനൗൺസിയേഷൻ, ചെറിയ അവിടെ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു സംഗതികൾ. ഇതാണ് തുറക്കേണ്ട കുഞ്ഞു കുഞ്ഞു വാതിലുകൾ. കുഞ്ഞല്ല, കുഞ്ഞു കുഞ്ഞു വാതിലുകൾ വിച്ച് ഹാസ് ടു ബി ഓപ്പൺഡ്. വലുതാക്കി നമുക്ക് സെറ്റ് ചെയ്യണം. ദുർഗക്കുട്ടി എന്തോ വളരെ മനോഹരമായ ഇന്നസെന്റ് ആയ ഒരു വോയിസ് ഉണ്ട് മോൾക്ക്. താങ്ക് യു സാർ. അത് കേൾക്കാൻ ഒരു ഭയങ്കര സുഖമാണ്. ആ വോയിസിന് സൂട്ട് ചെയ്യുന്ന നല്ലൊരു പാട്ടും കിട്ടി. ഇപ്പൊ ആര്യ പറഞ്ഞു തന്നില്ലേ ഈ ദേവി കേൾക്കുന്നില്ല എന്ന്, അതിന് എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയോ മോൾക്ക്? വവൽസ് പ്രാക്ടീസ് ചെയ്യുക. AEIOU അത് നല്ല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വാക്കുകളും എടുത്ത് നിൽക്കും. അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ ദേവി എന്ന് തന്നെ കേൾക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മോള് നന്നായിരിക്കും. ആ പിച്ചിങ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കി കഴിഞ്ഞാൽ യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ. ദുർഗക്കുട്ടി എന്തോ ദുർഗ 2.0 പെർഫോമൻസ് ആണ് നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും കാണേണ്ടത്. ഞാൻ അങ്ങനെയാട്ടോ വിളിക്കാം. Your score is 96.5 out of 100. Thank you, ചേച്ചി.
കുട്ടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബൈ. ഇനി നമ്മളൊരു ഡെഡിക്കേഷൻ റൗണ്ട് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഡെഡിക്കേഷൻ റൗണ്ടിൽ ഒരു സ്പെഷ്യൽ സോങ്ങുമായിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനുമായിട്ട് നമ്മുടെ ജഗത് കുട്ടൻ എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഉന്മാദാവസ്ഥയിലാണ്. ഹായ് ഗൈസ്. ഹലോ. ഈ ജഗത്തിനെ കുറിച്ച് നമ്മൾ പാട്ടുകളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി അവനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവനെ പറ്റി കുറച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്കൊരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? യെസ്. ചെറുപ്പത്തിൽ ഈ ഓട്സിൻ്റെ ഡപ്പ പോലെയുള്ള ഡപ്പ എടുത്തു വെച്ചിട്ട് കൊട്ടിയിട്ട് പാടുമായിരുന്നു ജഗത്ത്. അങ്ങനെയാണ് അവനിൽ സംഗീതം ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയിലെ കലോത്സവ വേദികളിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് മുൻപന്തിയിലെത്തിക്കുന്നതിൽ ജഗത് കിഷോറിനുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളെയും അവൻ പാട്ട് പാടുന്നതോടൊപ്പം മറ്റു കുട്ടികളെയും പാട്ട് പഠിപ്പിച്ച് അതിൽ പ്രാപ്തരാക്കാൻ അവനുള്ള കഴിവ് വളരെ അധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തൂമഞ്ഞിൻ പാടുമ്പോൾ ലേശം സങ്കടമായിട്ട് ഫീൽ കൊടുത്ത് സോഫ്റ്റ് ആക്കിട്ടോ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. ജഗത്ത് പഠനത്തിൽ മിടുക്കനാണ്. അതുപോലെ തന്നെ അല്പസ്വല്പം ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കുസൃതിത്തരങ്ങളൊക്കെ അവനുണ്ട്. ടീച്ചർ അറിയുന്ന എനിക്ക് തന്നെ അവനക്ക് ഭയങ്കര കുരുത്തക്കേടാണ്. ബേക്കിലേക്ക് നോക്കിക്കോ. നിങ്ങൾ വിചാരിക്കും ഓൻ്റെ ക്ലാസ് അവൻ്റെ ഫ്രണ്ട്സ് ആണെന്നാണ്. എന്നല്ല, ഓൻ എഴുന്നോ കയറി വന്നിട്ട് മൂട്ടടക്കുന്നൊക്കെ പഠിക്കേ. പിന്നെ ഒരു ദിവസം സ്കൂളിൽ വലിയൊരു പരിപാടി നടക്കുമ്പോ ഇതൊക്കെയാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. ഹായ്, ഞാൻ ജഗത്തിൻ്റെ ഏട്ടനാണ്. ഞാനും മുമ്പ് ടോപ്പ് സിംഗറിൻ്റെ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ശബ്ദം മാറുന്ന കുറച്ച് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ അനിയനിലൂടെ നേടിയെടുക്കണമെന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഒരു സ്ഥലത്ത് 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവന് പറ്റൂല. അപ്പോൾ അവനെ പിടിച്ചിരുത്തി പാട്ട് പഠിപ്പിക്കലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. കുഞ്ഞോട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 5 മാസമാവുന്ന സമയത്ത് പിന്നെ മോന് അനക്കമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. കുട്ടി പുറത്ത് വന്നാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ശ്വാസകോശത്തിന് വളർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റിറോയിഡ് കുത്തിവെച്ചു. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് ഷുഗർ ലെവൽ ഹൈ ആയി. അപ്പോൾ ഇൻസുലിൻ എടുത്ത സമയത്ത് മോൻ്റെ ഷുഗർ ലെവൽ ലോ ആയി. അങ്ങനെ പെട്ടെന്ന് ഡെലിവറി വേണ്ടി വന്നു. മോൻ ജനിച്ചിട്ട് ഒരാഴ്ചയോളം അനക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവൻ സുഖം പ്രാപിച്ച് വന്നു. എങ്കിലും ശ്വാസം എടുക്കാനൊക്കെ കുറച്ച് നാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പാട്ട് പോലെയുള്ള എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. കുഞ്ഞുട്ടാ, നിന്റെ പാട്ട് ടി വിയിൽ കണ്ടേർത്ത് അമ്മമ്മക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ മുത്തശ്ശന്മാരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു.
അവരെവിടെയെങ്കിലും ഇരുന്നത് കാണുന്നുണ്ടോ? ജനിച്ചപ്പോൾ അനക്കമില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടവന്റെ കഥയല്ല ഇത്. 5-ാം പക്കം ഉയർത്തെഴുന്നേറ്റവന്റെ കഥയാണ്, അവന്റെ യാത്രയാണ്. ഞാൻ ജഗത് കിഷോർ. അമ്പോ മാസ് കഥയല്ലേ. ജഗത് കിഷോര ചന്ദ്രശേഖര ഇവനുണ്ടല്ലോ, എനിക്ക് ആദ്യമേ ഒരു സംശയം തോന്നിയ കാര്യമാണ്. പറഞ്ഞ എല്ലാം ചെയ്തിട്ട് ഒന്നുമേ ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അറിയാത്ത പോലെ ഇരിക്കും. ഇപ്പൊ അത് തെളിഞ്ഞു. അത് കറക്റ്റ് മനസ്സിലായി ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും. എന്തൊരു ഹെറോന്നറിയോ. പിന്നെ അവസാനം ആ വീഡിയോയില് മുത്തശ്ശന്മാർ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടില്ലേ, അത് കൊള്ളായിരുന്നു, നന്നായിരുന്നു. അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മാസ് ഡയലോഗ്, അതെന്തോയിരുന്നു? എന്തോ 5-ാം പക്കം ഉയർത്തെഴുന്നേറ്റവന്റെ കഥയാണിത്, ആ. ഞാൻ ജഗത് കിഷോർ. അതല്ലേ? അത് തന്നെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. കള്ള കൊച്ചു കള്ള. എല്ലാരും നല്ല പ്രോപ്പർ പക്ക കണ്ണൂർ ഭാഷ കേട്ടോ. ഇപ്പൊ കുടുംബശ്രീയുടെ പരിപാടിക്ക് ഇടയ്ക്ക് പോയി ഇങ്ങനെ. അത് പണ്ടുണ്ടായൊരു സംഭവം, അത് റീക്രിയേറ്റ് ചെയ്തതാ. പണ്ട് നമ്മ ഗൾഫിലായ സമയത്ത് വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. അന്നേരം എല്ലാരും കൂടി വലിയൊരു ഗ്രൂപ്പ് സോങ് പാടുന്നതിനിടക്ക് ഞാൻ പോയിട്ട് മിക്സർത്തെ വയറ് വലിച്ചൂരി. വലിച്ചൂരി. എന്തിനാ ചെയ്തത്? ചെറുതാകുമ്പോ ഒന്നും അറിയാതെ മുട്ടിലഴിഞ്ഞു പോയി ചെയ്തതാ. എന്തൊരു അഭിമാനം. മുതലേ ഇങ്ങനെയാണ്. ഒരു വ്യത്യാസമുള്ളൂ, അന്ന് അറിയാതെ ചെയ്യും, ഇന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യും. അല്ലേ? ആയിരിക്കും. ആയിരിക്കും. തളിപ്പറമ്പാണ് അല്ലേ? അതെ, തളിപ്പറമ്പ് ഭാഗത്ത്. തളിപ്പറമ്പിൽ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം. സൂപ്പർ സോങ് ആണ്. സൂപ്പർ അല്ലേ? പളുങ്ക് മൂവി. ഡെഡിക്കേഷൻ. ആ ശരിയാണല്ലോ. അമ്മക്ക്. അമ്മക്ക്. അമ്മക്ക് എന്തുകൊണ്ട്? ഈ പ്രൊഫൈലിൽ കണ്ട പോലെ ഞാൻ ആ ജനിക്കുന്നതിന് മുന്നേ ശേഷമായിട്ട് അമ്മ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അമ്മക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൊഫൈൽ കാണിച്ചതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മോന്. ഗർഭിണിയായ സമയത്ത് തന്നെ ഒരു 2-3 മാസം ചുമയൊക്കെ ഉണ്ടായിരുന്നു, നിർത്താത്ത ചുമ. ആന്റിബയോട്ടിക് എല്ലാം എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്നായിരുന്നു നാട്ടിൽ വന്നത്. ആ വന്ന സമയത്ത് മരണാനന്തര ചടങ്ങിൻ്റെ എല്ലാം തിരക്കിനിടയിൽ കുറച്ച് കെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടിക്ക് അനക്കമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 7 മാസം കംപ്ലീറ്റ് അത്രേ ആയിട്ടില്ല മോൻ ജനിക്കുമ്പം. അപ്പം ഇങ്ങനെ അതിനുശേഷം ഇവൻ ഈ ഷുഗർ ലോ ആയിപ്പോയിട്ട് പിന്നെ ഇപ്പം ഈ അടുത്ത കാലം വരെയും അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും എന്താ പറയുക, ഒരു ഇമ്മ്യൂണിറ്റി കുറവായിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇതന്നെ സ്ഥിരമായിട്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഞങ്ങളൊന്ന് സമാധാനത്തോടെ ഉള്ളത്. ഇപ്പം ഈ ഫൈനൽ ഓഡീഷൻ്റെ സമയത്ത് പോലും ഇവന് ഈ ടോൺസിൽസും അങ്ങനെ ഇപ്പം നിലവിൽ അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ അമ്മ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ കുഞ്ഞനാണ് ഇതാ ഇവിടെ ടോപ്പ് സിംഗർ സീസൺ 6 ഈ സ്റ്റേജിൽ ബ്രില്യൻസോടുകൂടി നിൽക്കുന്ന. അമ്മക്കൊരു കയ്യടി. അതുകൊണ്ടാണ് അവൻ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ പാട്ട് അല്ലേ? നീ മിടുക്കനാടാ. അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളും മിടുക്കരായിട്ട് വരും, അതിനെപ്പറ്റി ഒരു സംശയമില്ല. ഡീറ്റെയിൽസ് വർഷം 2006, മ്യൂസിക് മോഹൻ സിത്താര സാർ, എഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ, മൂവി പളുങ്ക്, പാടിയത് ദാസേട്ടൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, കാലത്തെ
കോടിയുടുക്കുന്നേ മെല്ലെ കോടിയുടുക്കുന്നേ ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയണേ ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയണേ മേഘമേ നീ വന്നു മൂടല്ലേ വിണ്ണിൻ പൊൻകിണ്ണം മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓ മഞ്ഞുള്ള നെഞ്ചിലെ മേട്ടിൽ തെന്നലിറങ്ങുന്നേ ഈറൻ ചാമരം വീശുന്നേ മുത്തുള്ള നൂലുകളെങ്ങും പന്തലൊരുക്കുന്നേ നീളെ തൊങ്ങലു തുന്നുന്നേ തേനണിഞ്ഞ മനമുകുളം തന്നത്താനെ മൊഴിയുന്നേ തേനണിഞ്ഞ മനമുകുളം തന്നത്താനെ മൊഴിയുന്നേ പുള്ളിമാനെ നീയൊരുങ്ങിയില്ലേ പണ്ടേ പണ്ടേനെ മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓ നിലമറ്റുള്ള കൂടാരം നീലിപ്പെണ്ണിന്റെ കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓ ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ജഗത് പൂജ്യ കിഷോര എന്തോ എങ്ങനെ പാടി? രസമായിട്ട് പാടിയെന്ന് തോന്നുന്നു. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് അല്ലേ? താങ്ക് യു സാർ. ആദ്യം പാടിയ ആളാണോ ഇത്? അല്ല ആണോ ആര്യ? അല്ല. ആണോ ചേട്ടാ ഉണ്ണിച്ചേട്ടാ? ആ എവിടെയോ എത്തിപ്പോയി. എന്താ കോൺഫിഡൻസ് ലെവൽ അല്ലേ? ഓ വാട്ട് Complete, മാൻ. നൊട്ടേഷൻസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടല്ലേ പറഞ്ഞു. Yes. ആ അങ്ങനെ ഗ്രാബ് ചെയ്ത് The ease of singing. ഈസ് ഓഫ് സിംഗിങ്. Ease of singing. ആ പിന്നെ അനുപലയില് ചരണത്തില് ഒക്കെ എൻഡിൽ കാണിച്ചു തരാണ്. ഇതിങ്ങനെയാണേ അതെ. തം തം ആ ഇങ്ങനെയാണ് ഞാൻ നിർത്താൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കാണിച്ച് കണ്ടക്ട് ചെയ്ത് ഒരു ബാറ്റൺ കൂടെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നു. അതൊക്കെ സൂപ്പർ ആയിരുന്നു താങ്ക് യു സാർ. കേട്ടോ. ഈ താളം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പൊ ഈ 6/8 എന്ന് പറയുന്ന താളം അങ്ങനെ പോയല്ലേ. അപ്പൊ കുറച്ചും കൂടെ അത് റിതമിക്കായിട്ട് ആദ്യത്തെ പോർഷൻ പാടിയാൽ കുറച്ചും കൂടെ നന്നായി. ഇപ്പൊ തന്നെ നല്ലതാണ്. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം അങ്ങനെ ആ മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓ മൈക്കിന്റെ പ്ലേസ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിന് ബേസ് എലിമെന്റ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ കുറച്ച് മൈക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. ഓക്കെ സാർ. മാത്രമല്ല നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേസ് അതിനോട്ട് കിട്ടൂല. അപ്പം മൈക്കിൽ പാടുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ടിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത് പലതും. അപ്പൊ പിന്നെ ആ ബേസിലോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ശബ്ദം ഇടറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ സാർ. ഓക്കെ. അനുപല്ലവി ആ മേലോട്ട് പോകുന്ന പോർഷൻ അല്ലേ, അതുവരെ ആ മെലോഡിയസ് ആയിട്ട് പോയിട്ട് ആ സ്ഥലത്ത് ഒന്ന് നല്ലൊരു ലിഫ്റ്റ് കൊടുക്കണം. സിന്ദൂര സന്ധ്യ മറഞ്ഞേ ചന്തമൊരുങ്ങുന്നേ മാറിൽ ചന്ദനം തുകുന്നേ ആ കല്യാണി മുല്ലകിനാവിൽ കണ്ണു തുറക്കുന്നേ മെല്ലെ കോടിയുടുക്കുന്നേ ഇനി ലിഫ്റ്റ്. ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മറയണേ ഓടി വന്ന മഴ മുകിലേ ദൂരെ
തന്നെ കണ്ടക്ടിങ്. അപ്പൊ ഡൈനാമിക്സ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഗംഭീരമാവും കേട്ടോ. ഓക്കെ സാർ. എന്നാലും നിന്റെ ഇമ്പ്രൂവ്മെന്റ് സമ്മതിച്ചെന്ന് അത് എഫേർട്ട് അല്ലേ, അത് കണ്ട എങ്ങനെ സമ്മതിക്കാതിരിക്കും താങ്ക് യു സാർ. കേട്ടോ. അപ്പൊ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള സിംഗിങ്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ആയിരുന്നില്ലേ, കുറച്ചുകൂടെ എന്താ പറയാ, അയ്യോ ഇത് പാടാൻ പറ്റുമോ ഇത് പാടാൻ പറ്റുമോ എന്നുള്ള പേടിയോടെ വന്ന ജഗത് കുട്ടനാണ്. അന്നേരം ഇങ്ങനെ പേടിച്ച് അയ്യോ. ഇപ്പോഴെങ്ങനെ കാണിച്ചേ? ഇപ്പൊ സാധാരണ കൂളായിട്ട് എന്റെ വീട്ടിലേക്ക് നടക്കാനായി. കണ്ടോ, അത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടുന്നത്. അപ്പൊ ആ പ്രോഗ്രസ് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം വരാം. താങ്ക് യു ചേച്ചി. ഞാൻ ഇങ്ങനെ നല്ലൊരു സുഖമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. ക്ലാരിറ്റി കുറവ് നോട്ടീസ് ചെയ്തു. ചരണത്തിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂടാ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട സ്ഥലം എന്താന്ന് പറയട്ടെ, ഗസ് ചെയ്യാൻ പറ്റുമോ? മറ്റേ ഞാൻ ചെയ്ത ഒരു ഉണ്ടാക്കിയ സംഗതി അല്ലേ, നീലിപ്പെണ്ണിന്റെ കൊട്ടാരം. അതിഷ്ടപ്പെട്ടു. അത് ഉണ്ടാക്കിയാണല്ലേ? അതെ, എനിക്ക് മനസ്സിലായി. സനൂപ് സാറ് പറഞ്ഞിട്ട് ഞാൻ. ആഹാ, അടിപൊളി. എനിക്ക് പല്ലവിയിലത്തെ നെയ്യാമ്പലേന്ന് പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ഒന്ന് കുറച്ചുകൂടെ ബ്രെത്ത് ഒന്ന് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജഗത് കുട്ടൻ കിടിലനാവും. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യും? ബ്രെത്തിൽ ഫോക്കസ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗത് കിഷോർ ജി നന്നായി പാടി മോനെ. താങ്ക് യു സാർ. നല്ല സ്പോണ്ടേനിറ്റി, അതായത് ഒരു കോൺഫിഡൻസ് കാരണം ഒരു സംശയമില്ല പാട്ടിന്. നല്ല ഗംഭീരമായിട്ട് വരുന്നുണ്ട് വോയിസ്. താങ്ക് യു സാർ. എനിക്ക് ബ്രെത്തിനൊന്നും യാതൊരു പ്രോബ്ലം തോന്നിയില്ല സാധനം ശരിക്കും പറഞ്ഞാൽ. വളരെ ഒരു കാരണം ലെങ്തി ഫ്രേസസ് ഉണ്ട്, ഒക്കെ വളരെ എവിടെയും കട്ട് ചെയ്യാണ്ടൊക്കെ പാടിയത്. നല്ല ഇമ്പ്രൂവ്മെന്റ് മോനെ, ബ്യൂട്ടിഫുൾ ആയി പാടി. ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ആയപ്പോ നമ്മള് നോക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഇതിലും നന്നായി പാടുക. ഗുഡ് ലക്ക്. അമ്മയ്ക്കുള്ള ഏറ്റവും നല്ലൊരു ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ. ഒരു വെള്ളി വിധാനിച്ച കൊട്ടാരം അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റട്ടെ പിന്നെ വലുതാകുമ്പോ കേട്ടോ. അപ്പോഴും ആലോചിക്കണം കേട്ടോ, അങ്കിൾ അന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളത്. ഇതൊരു ഡ്രീം കം ട്രൂ ആയിട്ട് അങ്ങ് മനസ്സിൽ വെച്ചോ, സ്ഥാപിച്ചോ. ഓക്കെ, അല്ലെങ്കിൽ നിനക്ക് ഇടിയുള്ളൂ. ഓക്കെ, അങ്ങനെ വേണം കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് ഇടി കൊള്ളുന്നുണ്ടല്ലോ. ഇതുവരെ കിട്ടിയില്ലല്ലോ ഇടി. ഇല്ല, കിട്ടുന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ നന്നായിട്ട് പാടണേ. അപ്പൊ ഞാൻ ഇനിയും പറയും ഇടി കിട്ടും. So, Jagat Kishore going to be awarded 97.7. Jagat Kutta, all the very best. Thank you. Tata. ഇനി നമുക്കൊരു സ്പെഷ്യൽ ഡ്യുവറ്റ് റൗണ്ട് വരാൻ പോകുന്നത്. എനിക്ക് ഡ്യുവറ്റ് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് നമ്മൾ വിചാരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ ഞെട്ടുന്ന ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. ആരൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ എസ്തർ കുട്ടി, പിന്നെ സിദ്ധലക്ഷ്മി. അങ്ങനെ 2 താരങ്ങളാണ് എത്താൻ പോകുന്നത്. വിളിക്കാം നമുക്ക്. ഫയർ ബ്രാൻഡ്സ് ആണ്. അതെ. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ആൻഡ് എസ്തർ ഓൺ സ്റ്റേജ്. മിന്നുന്നല്ലോ. നല്ല രസം. ഉഗ്രൻ കോംബോ. ഉഗ്രൻ, അത്യുഗ്രൻ. ഒരു മിന്നുന്ന പ്രകടനം പ്രതീക്ഷിക്കുന്നു. 2 സിസ്റ്റേഴ്സ്, നല്ല രസം. ഒരുപോലത്തെ ഹെയർ ബാൻഡ്, ഒരുപോലത്തെ കമ്മല്, ഒരുപോലത്തെ ഉടുപ്പ്, ഒരുപോലത്തെ എല്ലാം ഒരുപോലത്തെ സ്വഭാവം. എന്നാൽ രണ്ടുപേരും ഒരുപാട് ഓവർ റിയാക്ഷൻസ് ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നതിന് ഇത്രയേ ഉള്ളൂ. മിതത്വം 1 സുഖമാണ്. മിതത്വം 2 സുഖമാണ്. പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും അടികൂടിയോ അങ്ങോട്ട്? ആദ്യം എനിക്ക് പാടണം അങ്ങനൊന്നും ഇല്ല. രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹത്തിലായിരുന്നോ? എന്താണ് സിദ്ധു പാടുന്നത് എങ്ങനെയുണ്ട്? നന്നായിരുന്നു. സിദ്ധുകുട്ടി എസ്തർ എങ്ങനെയുണ്ട്? ചില ലൈൻസ് ഒക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ലേ? അല്ല MJ വേറൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, എസ്തർ കുട്ടി ഒക്കത്ത് വെച്ചാണോ പാട്ട് പാടിയത്? ഇതെങ്ങനെ പുറം ലോകം അറിഞ്ഞു? ഇതെങ്ങനെ? ഇവൾക്ക് വെയിറ്റ് ഇല്ല. അത് ഒന്ന് കാണട്ടെ, നമ്മളൊന്ന് കാണട്ടെ. എങ്ങനെയാണ് ഒക്കത്ത് വെച്ച് പാടിയത്? പിടിക്കാം. ഇങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത്. കണ്ടോ എന്തൊരു ചേർച്ചയാ നോക്കൂ. അതെ, വെച്ചോ.
രണ്ട് മിടുക്കി കുട്ടികൾ ഏത് പാട്ടായിരുന്നു പാടാൻ പോന്നെ? ഒരു കിളി ഒരു കിളി. പോരട്ടെ, ഡീറ്റെയിൽസ് വരട്ടെ. സിനിമ മനുവങ്കൽ. ഇയർ 1988. മ്യൂസിക് ശ്യാം സാർ. ലിറിക്സ് കാവാലം നാരായണ പണിക്കർ സാർ. സിംഗർ ചിത്രമ്മ. പിന്നെ സിംഗർ MG അങ്കിൾ. ലിറിക്സ് ആരായിരുന്നു? ലിറിക്സ് കാവാലം നാരായണ പണിക്കർ സാർ. അല്ല. ഷിബു ചക്രവർത്തി. യെസ്. മറന്നുപോയാ? അപ്പൊ ഷിബു ചേട്ടനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത്രേ മനസ്സിലാക്കിയാൽ മതി. പാടുന്നത് എസ്തറും സിദ്ധലക്ഷ്മി. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഒരു കിളി മുക്കിളി നാ
പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഉണ്ണിച്ചേട്ടന്റെ ഒരു പാട്ട് ഓർമ്മയാണ്. ഏതാണ് ആ പാട്ട്? മീനുകുട്ട, എല്ലാം അറിയുന്ന മീനുകുട്ട. ഏതാ പാട്ട്? ഇതാണ് പാട്ട്. ആ. പൂങ്കാറ്റേ ഓക്കെ പോയി ചൊല്ലാമോ. ചേട്ടാ പ്ലീസ് ഫോർ മീ, ഫോർ us. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സ്റ്റേജുകളിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. What a song. Thanks to രഘുകുമാർ സർ. Yeah, very much. And ഷിബു ചക്രവർത്തി. ഉണ്ണിച്ചേട്ടൻ്റെ ഒത്തിരി പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഇത് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഈ ഒരു കിളി ഇരുകിളി അല്ലെ, ഈ ഒരു കിളി സിദ്ധുക്കിളി, പിന്നെ ഇരുകിളി, സിദ്ധുക്കിളി and എസ്റ്റർ കിളി. സിദ്ധുക്കിളി. സിദ്ധുക്കിളിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര മൃദുലമായ ഭാവങ്ങളാണ് ആ വോയിസിൽ വരിക. അതേസമയം എസ്തർ കിളി എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ്. ഓരോന്നും പാടുമ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസിലാണ് പാടുന്നത്. ഞാനിത് പാടിയിരിക്കും, യെസ് ഐ എം ഹിയർ എന്നൊക്കെ അറിയിക്കുന്ന രീതിയിലാണ്. അല്ലേ ക്യാപ്റ്റൻ? അപ്പൊ അതാണ് ഈ കിളികൾ തമ്മിലുള്ള വ്യത്യാസം. ഇടയ്ക്ക് ഏതോ ഒരു ലൈൻ ഒരു കിളി മറന്നുപോയി. അത് ഏത് കിളിയായിരുന്നു? കൊള്ളുന്ന വെയിൽ. വെയിലല്ലേ? ആ സിദ്ധുക്കിളി, വെയിലത്ത് മറന്നുപോയി. സിദ്ധുക്കിളി മറന്നു. സിദ്ധുക്കിളി, അതൊന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കേ. പൊള്ളുന്ന വെയിലല്ലേ, വെയിലിച്ചുവാടല്ലേ, വന്നി തണലിലിരുന്നാട്ടെ. സിദ്ധുക്കിളി, ആഹാ. ഈ പാട്ട് എങ്ങനെയാണ്? ഇപ്പൊ ഒരു കിളി ഇരുകിളി മുക്കിളി വാക്കിളി എന്ന് പറയുന്ന പോലെയല്ല, കുറച്ചും കൂടെ റിതമിക് ആവണം അല്ലേ? റിതമിക് ആവണം ഇല്ലേ? അതെങ്ങനെയാണ്? ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി അങ്ങനെയല്ലേ? അതോ ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി അങ്ങനെയാണോ? ഏതാണ്? അതെങ്ങനെ ആദ്യം പാടിയേ? ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി ഓലത്തുമ്പത്താടാ. ഇതിപ്പോ സമരത്തിന് പോണല്ലോ ഉണ്ട്. അത്രയും വേണ്ട, അത്രയും വേണ്ട. ഒരു കിളി ഒരു ക്യൂറിയസ് ആയ മതി. ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിരുന്നൊരു നാടൻ പാട്ടും പാടിത്താ. അത് കറക്റ്റ് ശ്രുതിയും കൂടെ വേണം കേട്ടാ. അനുപല്ലി വന്നപ്പോഴത്തേക്കും എസ്തർ കുട്ടിയാണ് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് പോയത്. തെക്കൻ പൂങ്കാറ്റിന്റെ താളം വരിക്കാൻ പാടില്ല. താളത്തിന് വിഷമം വരൂലേ? അത് വേണ്ട, കറക്റ്റ് താളത്തിന് വേണം. തെക്കൻ പൂങ്കാറ്റിന്റെ തേരേറി വാസര സ്വപ്നങ്ങൾ വന്നെന്നെ പുൽകുന്ന നേരത്ത്, ആ സ്വരം അത് സിദ്ധുക്കിളി സൂപ്പറായിട്ട് പാടിയാട്ടാ ആ ഭാഗം. ബാക്കിയുള്ള പാടിയ സന്ധ്യാമോഹത്തിൻ മോതിര കൈവിരൽ ചേലയിൽ ഞാൻ ഇന്നു മൂടി വെച്ചു. ഇപ്പോഴും താളം വലിക്കുന്നുണ്ട്. ആ സംഗതി കിട്ടാൻ വേണ്ടി പതുക്കെ ഒന്ന് താളം വലിക്കുന്നുണ്ട്. അത് ഈ പാട്ടിലാകുമ്പോൾ അത് അത്ര രസമല്ല. അങ്കിൾ ആദ്യം തന്നെ എന്തിനാണ് ഈ കുറ്റമൊക്കെ പറയണേ എന്ന് തോന്നല്ലേ? അങ്ങനെയല്ല പറയുന്നത്. പാടി രണ്ടുപേരും കൂടെ പാടി അവസാനത്തെ ഒന്നിച്ചൊക്കെ പാടിയപ്പോഴത്തേക്കും ഗൂസ് ബംസ് ആണല്ലേ? അതെ, ഗൂസ് ബംസ് മൊമെന്റ്സ് ആണ് അതൊക്കെ. പക്ഷെ നമ്മൾ എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അങ്കിൾ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചരണത്തിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പല്ലവി എസ്തർ സൂപ്പറായിട്ട് പാടി. ചരണം സിദ്ധുക്കിളി സൂപ്പറായിട്ട് പാടി. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രസിച്ച് ആദ്യം പിണക്കമായിരുന്നോ? ആദ്യം തുടക്കത്തില് അടിയിടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഇണങ്ങി കേട്ടോ, ഒരു കാരണവും ഇല്ലാതെ. ആ ഡാൻസോട് കൂടി ഇടയ്ക്ക് വന്നൊരു ഡാൻസിലായിരുന്നു. അത് സാധാരണ വഴക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം മിണ്ടത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇണങ്ങുന്നത് അല്ലേ? പതുക്കെ. ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇടി കഴിഞ്ഞ് ഉടനെ തന്നെ ഇണങ്ങി. രണ്ടുപേർക്ക് പിണങ്ങിയിരിക്കാൻ പറ്റൂല അല്ലേ? അങ്ങനെയാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഒക്കത്തൊക്കെ കൊണ്ട് നടക്കുന്നത്. ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ടോപ്പ് സിംഗർ സീസൺ 6 കേട്ടോ.
യെസ് സിദ്ധുക്കുട്ടി ആൻഡ് എസ്തർ കുട്ടി, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. കാരണം ഈ പാട്ട് ഇങ്ങനെയാണ് പാടേണ്ടത്. ഈ പാട്ടിൽ വരുന്ന ആ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ടെമ്പോല്. പക്ഷെ ചില സ്ഥലത്തൊക്കെ മോള് അസലായി പാടി എസ്തർ മോളും. താങ്ക് യു. സിദ്ധുക്കുട്ടിയുടെ വോയിസ് ശരിക്ക് കുറച്ച് ഓഡിബിൾ ആയിരുന്നില്ല, ചെറിയ വോയിസ് ആണല്ലോ. പക്ഷെ എന്നാലും ഒരു സ്ഥലത്ത് മറന്നുപോയി അല്ലേ? എന്തുകൊണ്ടാ മറന്നുപോയി? അത് ഞാൻ പെട്ടെന്ന് സംഭവിച്ചു അല്ലേ? അവളെ നോക്കി അവളെ അറിയാണ്ട് വിചാരിച്ച ഞാൻ പാടുന്ന വരിയാന്ന്. ഓ ശരി. കൺഫ്യൂസ് ആയതല്ലേ? കൺഫ്യൂഷൻ ആയി. പക്ഷെ രണ്ടാളും നല്ല എൻജോയ് ചെയ്ത് പാടി, ഡാൻസ് ഒക്കെ ചെയ്ത് പാടി. ഈ പാട്ട് ശരിക്കും അങ്ങനെയാണ് പാടേണ്ടത്. അതിങ്ങനെ മിന്നല്ല, രണ്ടും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഓ അത് ഇതാണല്ലേ. ഇതാണ് മിന്നുന്ന പ്രകടനം. ആരാ ചെയ്തേ? കൊറിയോഗ്രാഫി ആരാ ചെയ്തത്? എസ്തറിന്റെ അമ്മയാണോ സിദ്ധുക്കുട്ടിയുടെ അമ്മയാണോ? രണ്ടുപേരും. രണ്ടുപേരുടെ അമ്മയും കൂടെ ഡാൻസേഴ്സ് ആണ് ഇരിക്കുന്ന രണ്ടുപേരും. അതാണ്. അപ്പൊ ഈ ഡാൻസ് അമ്മമാര് പഠിപ്പിച്ചോണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മമാര് ഇങ്ങനെ നോക്കുന്നത്? ആണോ? സ്റ്റെപ്പ് കറക്റ്റ് അല്ലേ നോക്കുകയാണോ? നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ല രസിത്തി ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മളൊരു പെർഫോമൻസ് അല്ലേ, അപ്പൊ നമ്മള് എപ്പോഴും എങ്ങോട്ട് നോക്കണം? ക്യാമറ. ഗുഡ് ഗേൾസ്. അപ്പൊ അങ്ങനെ വേണം പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്. ഭയങ്കര രസമാണ് ഇവരുടെ റാപ്പ്. ഒരാൾ തെറ്റുമ്പോ മൈക്ക് പിടിക്കാതെ ഇങ്ങനെ പാടിക്കൊടുക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന്. ഇവിടെ ഒരാൾക്ക് തെറ്റിയപ്പോ എസ്തർ അപ്പുറത്ത് ഇങ്ങനെ വേഗം പാട് എന്ന് പറഞ്ഞിട്ട് പാടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഓക്കെ, അപ്പൊ മാർക്കറിയാം നമുക്ക്. ഈ വരി മറന്നു പോവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് കേട്ടോ. അതിനുള്ള മാർഗം ഉറങ്ങി കേട്ടോ. ഞാൻ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങൾ മറന്നതല്ലോ. പറ, മനുഷ്യനല്ലേ മറന്നു പോകും. അങ്ങനെ പറ, മനുഷ്യനല്ലേ മറന്നു പോകും. മറന്നു പോകും. അത് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പറയണ്ടേ? മനുഷ്യനല്ലേ മറന്നു പോകും. കണ്ടോ? അത് ശരിയാണ്, മനുഷ്യനാണ് മറന്നു പോകും. പക്ഷെ എന്നാലും മാർക്ക് കുറയ്ക്കും. എസ്തറിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100. സിദ്ധുകുട്ടി, ഈ വരി മറന്നു വന്നു, എന്നാലും ഒരു മനുഷ്യനാണ് മറന്നു, എന്നാലും ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് മാർക്ക് കുറയും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100. വളരെ കുറവായിരുന്നു. അതെ. അപ്പൊ രണ്ടുപേർക്കും ഡിഫറെന്റ് മാർക്സ് ഒക്കെ കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഉണ്ണിയങ്കിൾ, ചെന്നൈയിൽ എന്നാക്കെയുണ്ട് വിശേഷം? മഴയായിരുന്നു കുറച്ചു കാലം. ഓ, ഇവിടെ കേരളത്തിൽ എപ്പോഴും മഴയാണല്ലോ. അവിടെ വല്ലപ്പോഴും കിട്ടുന്നത് നമുക്ക് മഴ. അത് സന്തോഷാണോ? അല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് വെള്ളം പോങ്ങോ? എന്നാലും കുറെ നാളുകൂടി പെയ്യുമ്പോ എന്റെ റോഡ്സ് ഒക്കെ ഭയങ്കര വെള്ളം കയറുന്ന റോഡ്സാണ്. ഭയങ്കര വീതിയുള്ള വലിയ റോഡാണ്, ഇമ്പോർട്ടന്റ് റോഡാണ്. പക്ഷെ അവിടെ എപ്പോഴും വെള്ളം കയറും. ഒരു പ്രാവശ്യം ഞാൻ എവിടുന്ന് ഫോറിനൊക്കെ വന്നിട്ട് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. വീട്ടിലേക്ക് വരണ്ട പറഞ്ഞു വൈഫ്. അയ്യോ, അത്രയും വെള്ളം കയറും. അപ്പൊ ഉണ്ണിയങ്ങളുടെ മഴ എൻജോയ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കൊല്ലത്തിലൊരു 10 മാസം മഴയാണല്ലോ. അപ്പൊ പിന്നെ എപ്പോ വേണമെങ്കിൽ വന്നാലും മഴ കിട്ടും. അതെ. ഭക്ഷണം എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും? അതാണ് ഇവിടെ അറിയേണ്ടത്. ഭക്ഷണം അവിടെ പറഞ്ഞാൽ മതി. എനിക്ക് ചെന്നൈ പോയി കഴിഞ്ഞാൽ ഫിൽറ്റർ കോഫി. അതാണ് അവിടെ വെജിറ്റേറിയൻ ഫുഡ് ഇസ് വെരി ഗുഡ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ. പിന്നെ MJ അങ്കിളിന് എന്താ ഇഷ്ടം? പിന്നെ ബിരിയാണി. ഡിണ്ടിഗൽ. അതാണോ? എനിക്ക് ഡിണ്ടിഗൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ ബിരിയാണി കഴിക്കാൻ. അതെ. ടോപ്പ് സിംഗറിനെ പറ്റി ആരെങ്കിലും ചോദിക്കണ്ടോ? ചെന്നൈയില് ഒരുപാട് പേര് നമ്മളിപ്പോ വരുന്നത് വല്ലപ്പോഴും ആണല്ലോ. പക്ഷെ എന്താണ് ഇനിയിപ്പോ അടുത്ത എപ്പോഴാ വരണത്? എന്തുകൊണ്ടാണ് വരാത്ത ഇടയില് പല ക്വസ്റ്റ്യൻസിന് ഞാൻ മറുപടി പറയണം. അപ്പൊ ആ സന്തോഷത്തിൽ നമ്മളൊരു ഡെഡിക്കേഷൻ റൗണ്ട് ആണ് ഇനി കാണാൻ പോകുന്നത്. അക്കൈതി കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അക്കൈതി ഓൺ സ്റ്റേജ്. എന്ത് പറയുന്നു? എന്തു പറയാനാ? ഒന്നും പറയാനില്ലേ? പറയാനൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഡെഡിക്കേഷനാ പാടാൻ പോകുന്നത്. ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ? അച്ഛന് വേണ്ടിട്ടാണ്.
അച്ഛൻ ആ അതെ അച്ഛോ ഡെഡിക്കേഷൻ റൗണ്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കുന്ന അച്ഛന്മാർക്കാണ് Yes. അല്ലേ? ബഹുത് അച്ഛാ. അതെ അതെ ബഹുത് അച്ഛ. ബഹുത് അച്ഛ. അതെന്തുകൊണ്ട് അച്ഛന്റെ ഡെഡിക്കേഷൻ? അച്ഛന് ഡെഡിക്കേഷൻ കാരണം അച്ഛന് എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയോ? അച്ഛൻ അമ്മ അമ്മ support support ഇല്ലേ? ഇല്ലാന്നല്ല. ആ. അല്ല കണ്ടോ രണ്ടാം കണ്ടോ സപ്പോർട്ടാ. കണ്ടോ അമ്മ കുറച്ച് മോശമാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ? അമ്മ അമ്മ നോക്ക്. മോശമാണെന്ന് പറഞ്ഞില്ലേ? ഡെഡിക്കേഷൻ അച്ഛനല്ലേ? അമ്മ പോരാ എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ? ഇല്ല അങ്ങനെ പറഞ്ഞല്ലോ. അമ്മ നല്ലതാ. ആ അമ്മയും അമ്മ നല്ലതാ. നല്ലതാ അമ്മ അച്ഛൻ കുഴപ്പമില്ല അതെ അല്ല രണ്ടാള് ഒരേ പോലെ. ആ. ഓക്കെ. അപ്പോൾ അച്ഛൻ എല്ലാ കാര്യത്തിനും നല്ല ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല എനിക്ക് വേണ്ട കാര്യം ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അമ്മ സമ്മതിച്ചില്ല എന്ന് അറിയുമ്പോൾ ഞാൻ അച്ഛനെ പോയി 2 ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ട് അമ്മ വേണ്ട കാര്യങ്ങൾ സമ്മതിക്കോ? എടുക്കും. ഇതെനിക്കും അറിയാം ഈ പരിപാടി. എല്ലാ അച്ഛന്മാരുടെ അടുത്തും ഇങ്ങനെയല്ലേ? അതെ പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മ അങ്ങനെ തന്നെയാ കേട്ടോ. അത് അവസാനം അതെ നീ ഇപ്പൊ അങ്ങനെ പറയണ്ട. അതിപ്പോ അമ്മേനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞല്ലേ? അല്ല 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 ആ. ഒരിക്കലും. എന്തായാലും എനിക്ക് ഒരേപോലെ അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? വെണ്ണിലാവ് കണ്ണു വെച്ചവന്. Wow. ആഹാ. That's a beautiful song. അത് അത് വെണ്ണിലവല്ലേ? വെണ്ണിലവല്ലേ? വെണ്ണിലാവ്. വെണ്ണിലാവല്ല. ആ വെണ്ണിലാവ്. ആ വെണ്ണിലവ് കണ്ണു വെച്ച. വെണ്ണിലവേ വെണ്ണിലവേ അല്ലേ? ആ മ്യൂസിക് ജോൺ ചേട്ടൻ അല്ലേ? ആ ആ പിന്നെ അത് ഇവിടെ ഇരിക്കുന്ന ഒരു ആളാണ്. ഇവിടെ ഇരിക്കുന്ന ആളാണ്. ആ. അതാരാ? ഇവിടെ എവിടെ ആര്യാണോ? എവിടെ? അല്ലേ? അല്ല നമ്മളുടെ സ്വന്തം ആ നമ്മളുടെ MJ uncle. ഇതെങ്ങനെ സംഭവിച്ചു? കാരണം ആര്യ എനിക്ക് ട്യൂൺ പറഞ്ഞെന്ന് അതുകൊണ്ട് ഇതുണ്ടാക്കി. അല്ല അങ്ങനെയാണ് അങ്ങനെയാണ്. ആ. 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 അതെ അങ്ങനെയാ അങ്ങനെയാ. ഏയ്, ആണോ? അതെ ഇതിന്റെ കഥ അറിഞ്ഞൂടെ? ഉം. അതൊക്കെ അറിയണം. അതൊരു വലിയ കഥയാണ്. വലിയ കഥയാണ്. ആണോ? അപ്പൊ ഇത് കമ്പോസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ ആര്യ അവിടെ വന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന ട്യൂൺസ് ഒന്നും അത്ര ശരിയാവുന്നില്ല. ആര്യ ജനിച്ചിട്ടുണ്ടോ അപ്പൊ? അയ്യോ 2009. 2009 ഈ മൂവി. ആ ഞാൻ 7ാം ക്ലാസ് പഠിക്കാം. ഓ പക്ഷെ ഭയങ്കര അപ്പോഴേക്ക് talent. ആര്യ ചേച്ചി അവിടെ പോയി പറഞ്ഞു. എന്നിട്ട് ഉണ്ണി സാറ് ട്രാക്ക് പാടി. ആ ഓ അതാണ്. എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാവരും നിങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ മാത്രം വിളിച്ചില്ല. ചതിയായി പോയത്. മീനോട്ടിക്ക് അന്ന് 2 വയസ്സായിരുന്നു. അത് അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. വിളിക്കാൻ പറ്റില്ല. ബഹളം വെക്കുന്നു ഞാൻ സ്റ്റുഡിയോയിൽ, തൊട്ടി അതുകൊണ്ട് കിടക്കുന്നില്ല. ഞാൻ ആ പുറത്താക്കി. സ്റ്റുഡിയോയിൽ തൊട്ടിയില്ലേ? അപ്പൊ അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്? യെസ്. ഡീറ്റെയിൽസ് പാടിയത് യേശുദാസ് സാറ്. യേശുദാസ് സർ. വർഷം 2009. ആ. പിന്നെ മൂവി വൈരം. ഉം. പിന്നെ മ്യൂസിക് MJ അങ്കിൾ. ഉം. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി അതാണ് സാർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പാട്ടിന്റെ. ആ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ചേട്ടാ. ശരിക്കും ഇത് കണ്ടപ്പോ ഈ ലിറിക് കണ്ടപ്പോ എനിക്ക് കണ്ണെന്ന് അറിഞ്ഞു. റെക്കോർഡിംഗിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂടെ? റെക്കോർഡിംഗിന്റെ എക്സ്പീരിയൻസ് ഇത് എവിടെ ചെയ്തേ? വോയിസ് റെക്കോർഡ് ചെയ്തത് ചെന്നൈയിലാണ്. ഓക്കെ. ആന്റണി ചേട്ടന്റെ സ്റ്റുഡിയോ ഉണ്ടല്ലോ Okay. അവിടെ. മറിയൻ ഡിജിറ്റൽ. മറിയൻ ഡിജിറ്റൽ. അവിടെയാണ് ചെയ്തത്. ഓർക്കസ്ട്രേക്കാ? സ്റ്റീഫന്റെ സ്റ്റുഡിയോയിലാണ് ഓർക്കസ്ട്ര എടുത്തത്. ഓക്കെ. അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ദാസാറിന്റെ കാര്യമാണോ പറയാനുള്ളത്? കാരണം സാറിന് പാട്ടുകളൊക്കെ പാടും. കൊള്ളാം മോനെ എന്നൊക്കെ പറയും. അങ്ങനെയാണ്. പക്ഷെ ചില പാട്ടുകൾ വരുമ്പോഴത്തേക്കും 1, 2, 3 എക്സ്പീരിയൻസസ് എനിക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണലായിട്ട് അതിലോട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതൽ സ്നേഹം അദ്ദേഹത്തിൽ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനെ പാട്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് കൂടുതൽ. ഞാനും കണ്ടിട്ടുണ്ട് അത്. അതെ അതെ യെസ്. ഉണ്ണിച്ചേട്ടൻ ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയെ മുത്തുമകളെ എന്നുള്ള ആ ലൈൻ വന്നപ്പോഴത്തേക്കും ദാസ് സാർ വളരെയധികം ഇമോഷണൽ ആയത് ഞാൻ കണ്ടു. കാരണം ആ സമയമാണ് വിജയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവണേ. അപ്പോൾ ആ ഫീലിലായിരുന്നു അദ്ദേഹം ഈ പാട്ട് പാടിയത്. അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, മോനെ പാട്ട് വളരെ നന്നായിരിക്കുന്നു, എനിക്കിത് ഒത്തിരി ഫീൽ ചെയ്യുന്ന ഒരു സോങ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു അവാർഡാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അത് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഗിരീഷേട്ടനുമായിട്ട് ഈ പാട്ട് എടുക്കുന്നത് കാത്തിരുന്ന് ഞാൻ കാത്തിരുന്നു. ഇത് ട്യൂണിന് എഴുതിയതാണോ അതോ? ട്യൂണിന് എഴുതിയാണ്. ട്യൂണിന് എഴുതിയപ്പോഴത്തേക്കും കാത്തിരുന്ന് ഞാൻ കാത്തിരുന്നു. കാത്തിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്ത്, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്നെ കാത്തു വെച്ചു മകളല്ലേ, അതാണ്. അപ്പൊ കാത്തിരുന്നു എന്നുള്ള വാക്കിന്റെ 2 അർത്ഥതലങ്ങൾ അവിടെ വരികയാണ്. അത് ഒരു ലൈനില്. അതൊക്കെയാണ് ഗിരീഷേട്ടന്റെ ജീനിയസ്. ഇതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പൊ നന്നായി വരട്ടെ. ഓക്കെ. തകർക്കണം. കുട്ടി അങ്ങനെ മ്യൂസിക് ചെയ്ത MJ അങ്കിളിനും പാടിയ ദാസങ്കളിനും ഒക്കെ കേട്ട നമുക്കും ഒക്കെ ഒരുപാട് ഫീൽ ചെയ്തൊരു സോങ് ആണ്. അത് ഡെഡിക്കേഷൻ റൗണ്ടിൽ കുട്ടിയുടെ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് ഫീൽ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. അച്ഛനെ രോമാഞ്ചം ഉണ്ടാക്കണം. അതെ. യെസ്.
പാദസരമേ എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടി മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണി മിന്നാമിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാന്തുമ്പിക്കണ്ണും നട്ട് പുന്നാരം പറയേണ്ടേ കണ്ണീറയേ വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ വെള്ളി വെയിലും അവച്ച പാദസരമേ എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ പിച്ച വച്ചും മെല്ലെ ഒച്ച വച്ചും അറിയാതെ എന്തിനോ നീ വളർന്നോ എന്നോട് കുഞ്ചാൻ കൂട്ടില്ലയോ കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ വെറുതെ ചിറകിലേറിയെന്നു പറന്നു മകളെ ഞാൻ മനസ്സുവാടി തളർന്നു വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ വെള്ളി വെയിലും അവച്ച പാദസരമേ എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ കാത്തിരുന്നു ഞാൻ കാത്തിരുന്നു കണി കണ്ട നാൾ മുതൽ കൺമണിയേ നിന്നോട് മിണ്ടാൻ ബാക്കില്ലയോ തനിയേരുന്നു ഞാൻ ഓർത്തുപോയി പഴയ പാട്ടിൻ പവിഴമല്ലേ വിരിഞ്ഞു മകളെ നീ മറന്നുപോയ ശിശിരം വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ വെള്ളി വെയിലും അവച്ച പാദസരമേ എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ മിന്നാമിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാന്തുമ്പിക്കണ്ണും നട്ട് പുന്നാരം പറയേണ്ടേ കണ്ണീറയേ വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കൂടമേ വെള്ളി വെയിലും അവച്ച പാദസരമേ എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ താങ്ക് യു കുട്ടി എന്തോ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കുന്നതിന് മുന്നേ അച്ഛന്റെ അടുത്തും ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ത് തോന്നി എന്നുള്ളത്. നല്ല രസമായിട്ട് പാടി, നല്ല ഫീലിങ്. എനിക്ക് കണ്ണിങ്ങനെ നിറഞ്ഞു പോയി. അത് സാറ് പറഞ്ഞിട്ടുണ്ടായി, യേശുദാസ് സാറ് പാടിയപ്പം മകൻ്റെ മകളെ, അപ്പോൾ ആ ഒരു ഇത് കൂടി എനിക്ക് അത് ഫീൽ ചെയ്തു. ശരിക്കും ഈ പാട്ട് മോള് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊന്നും എനിക്കില്ലായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ അത് വന്ന വഴി, പാട്ട് വന്ന വഴിയൊക്കെ അറിഞ്ഞപ്പോഴും എനിക്കൊരു എന്തോ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഫീലിംഗ് അത് എനിക്കിപ്പോൾ ഉണ്ടായി. നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഡെഡിക്കേഷൻ ശരിക്കും ഇഷ്ടപ്പെട്ടു. മനസ്സ് നിറഞ്ഞു. കണ്ണ് വെച്ച വെണ്ണക്കൂടമേ വെള്ളി വെയിലും അവച്ച പാദസരമേ എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണി. അസാധ്യമായിട്ട് പാടി മോളെ.
താങ്ക് യു സാർ. അത്രയും ശ്രദ്ധിച്ച് ഒരു പാട്ടെടുത്ത് അതിന്റെ ഡീറ്റെയിൽസിലേക്കെല്ലാം പോയി ബ്യൂട്ടിഫുൾ ആയി പാടി. താങ്ക് യു ഓക്കെ, ഈ പാട്ടിന്റെ ശ്രുതി ഒറിജിനൽ ശ്രുതിയിലല്ല മോള് പാടിയത് അല്ലേ? കുറച്ച് മോളുടെ ഓക്കെ മോൾക്ക് സൂട്ട് ചെയ്യുന്ന വിധത്തിൽ അതിനെ മാറ്റി. പക്ഷെ അത് ഓരോ നോട്ട്സും ശ്രദ്ധയോടെ ഭംഗിയായിട്ട് പാടി മോള്. താങ്ക് യു അങ്കിൾ. അത് വളരെ കോൺഫിഡന്റ് ആയി പാടി, എഫേർട്ട്ലെസ് ആയി പാടി. അത് ചില ഭാഗങ്ങൾ പാടിയപ്പോ ശരിക്കും പോയി കൊതിച്ചുപോയി, അത്ര കൊതിപ്പിക്കുന്ന വിധത്തിൽ പാടി എന്ന് പറയാം. താങ്ക് യു അങ്കിളെ. എവിടേക്കാണ് അങ്ങനെ കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ. അതേമാതിരി സെക്കൻഡ് ചരണത്തില് തനിയെ ഇരുന്നു ഞാൻ ഓർത്തുപോയി. ഈ രണ്ട് പോർഷൻ ഒന്നും കൂടി കേൾക്കാൻ ആഗ്രഹം. കൊതി. പിച്ച വച്ചും മെല്ലെ ഒച്ച വച്ചും അറിയാതെ എന്തിനോ നീ വളർന്നോ, നിന്നോട് എന്നോട് മിണ്ടാൻ കൂട്ടില്ലയോ, കൊതിയോടെ നോക്കി ഞാൻ നിൽക്കവേ, വെറുതെ നീ ചിറകിലേറിയെന്നു പറന്നു മകളെ ഞാൻ മനസ്സു വാടിത്തളർന്നു. സബാഷ്. സാധ്യത പാടി. താങ്ക് യു. ആക്ച്വലി ഇപ്പൊ പാടിയെക്കാട്ടും ഭംഗിയായിട്ട് നേരത്തെ പാടി. എനിക്കെന്തോ അസാധ്യമായിട്ട്. അക്കൈതി കുട്ടി ഒരു സൂപ്പർ ടാലന്റ്. താങ്ക് യു അങ്കിളെ. ബ്യൂട്ടിഫുൾ. താങ്ക് യു. അഗേതി കുട്ടി, എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് കേട്ടോ. ഒന്ന് ഭയങ്കര കാമായി നിന്നിട്ടാണ് അഗേതി കുട്ടി പാട്ട് പാടുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ ഭയങ്കര എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോ തന്നെ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നമുക്കും ആ ഒരു കംഫർട്ടും ആ ഒരു പീസും ഒക്കെ ഇങ്ങോട്ടേക്ക് റിലേറ്റ് ചെയ്യാണ്. അതെ, MJ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ടിനൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇങ്ങനെ ഒരു സോങ് ചെയ്യാൻ? എനിക്ക് അറിഞ്ഞത് അത് ഇങ്ങനെ വന്നു പോയതാണ്. ചില പാട്ടുകളൊക്കെ അങ്ങ് വരും, ചില സിറ്റുവേഷൻസ്. പ്രത്യേകിച്ചും ഈ അച്ഛന് മകളെ നഷ്ടപ്പെടുന്നു. അച്ഛന് ഓർമ്മകളാണ് എത്ര നാൾ ഒക്കത്ത് വെച്ച് ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന ആ മകളെയാണ് നഷ്ടപ്പെട്ടത്. മകൾ എങ്ങനെ നഷ്ടപ്പെട്ടു, ആ ഒരു അന്വേഷണത്തിൽ പോകുന്ന ഒരു അച്ഛന്റെ ഒരു മനസ്സുള്ള അയാളുടെ യാത്രയിലുള്ള ഒരു പാട്ടാണ്. ഓക്കെ. ഇതിന്റെ ഡയറക്ടർ MA നിഷാദാണ്. നിഷാദ് ഞാനും TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചത്. അപ്പൊ നമ്മൾ രണ്ടുപേരും അളിയ ഇത് സെറ്റാക്കണം, ഇതുപോലെ ഒരു പാട്ടുണ്ടാവാൻ പാടില്ല. പക്ഷെ മോളത് ആ ഒരു ശരിക്കും ആ ഫീല് ശരിക്കും ഉൾക്കൊണ്ട് പാടി എന്നുള്ളതാണ്. സൂപ്പറായിട്ട് പാടി കേട്ടോ. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ പാടുമ്പോ, പ്രത്യേകിച്ച് അനുപല്ലയിലോട്ട് പോകുമ്പോഴത്തേക്കും അതിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും അധികം ഒരു പാട്ടുകാരിക്ക് വേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധ എന്നുള്ളത്. ശ്രദ്ധ ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നോട്ട്സ് മാത്രമല്ല, അതിന്റെ ഇമോഷൻസും കൂടിയാണ്. നമ്മുടെ അഗൈതി കുട്ടി അച്ഛന് വേണ്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ഒരു ഫീൽ ശരിക്കും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ എനിക്കത് ഫീൽ ചെയ്ത് ഈ പാട്ട് കമ്പോസ് ചെയ്ത ആളെന്നുള്ള രീതിയിലും കൂടെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല കേട്ടോ. അപ്പൊ വെറുതെ നീ വെൺചിറകിലേറി അന്ന് പറന്നു മകളെ ഞാൻ മനസ്സു വാടി തളർന്നു എന്ന് പറയുന്ന അച്ഛന്റെ ഒരു മനസ്സുണ്ടല്ലോ, അത് ശരിക്ക് അങ്ങനെ പോർട്രേ ചെയ്യാനായിട്ട് ഈ കുഞ്ഞു കുട്ടിക്ക് സാധിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതമല്ലേ. പഴയ പാട്ടിൻ പവിഴമല്ലിയിൽ വിരിഞ്ഞു മകളെ നീ മറന്നുപോയ ശിശിരം. അതേ ഭാഗം അടുത്ത ചരണത്തിൽ, അതും വണ്ടർഫുൾ ആയിരുന്നു. അച്ഛന് ഭാഗ്യമുണ്ട് ഇങ്ങനെ ഒരു മകൾ. പിന്നെ ഈ സോങ്ങിന്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പ്രോഗ്രാം ചെയ്തത് ദീപക് ദേവാണ്. ദീപുവാണ്. ദീപുവിനൊരു വലിയൊരു നമസ്കാരമുണ്ട്. ദീപുവിന്റെ റെക്കോർഡിങ്സിന് അക്കാലത്തൊക്കെ ഞാനും പങ്കെടുത്തിരുന്നു. ചില വോയിസ് മിക്സ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു ദീപുവിന് വേണ്ടി. ദീപു അതുപോലെ എന്റെ റെക്കോർഡിങ്ങിന് ഇരിക്കുമായിരുന്നു. ദീപു ചെയ്ത പല പാട്ടുകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വേറൊരു പാട്ട് ജൂണിലെ നിലാമഴയിൽ എന്നുള്ള പാട്ടാണ്. അതും ദീപുവാണ് പ്രോഗ്രാം ചെയ്തത്. കുക്കു കുക്കു കുറുവാലി എന്നുള്ള പാട്ട് അത് ദീപു പ്രോഗ്രാം. അപ്പൊ അങ്ങനെ കുറച്ച് പാട്ടുകൾ ദീപു എനിക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ അനിയനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് കമ്പോസറാണ്. അപ്പൊ അങ്ങനെ ദീപുവിനും ഒരു വലിയൊരു സല്യൂട്ട് ഉണ്ട് ഈ പാട്ടിന് വേണ്ടി. ആൻഡ് താങ്ക് യു ഫോർ ദിസ് സോങ് മകളെ. ഈ അവസരത്തിൽ ഒരു ചെറിയൊരു ചോദ്യം. നമുക്കിപ്പോൾ റെക്കോർഡിങ്സിന് ഇപ്പൊ ഇതേ പാട്ട് നമ്മൾ റെക്കോർഡിങ്ങിനെ മോളെ പാടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഇതിനെക്കാട്ടും ഒരു സൂപ്പർ പെർഫെക്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കും അല്ലേ ഉണ്ണിച്ചേട്ടാ? എനിക്ക് തോന്നുന്നത് അത്രയും പെർഫെക്ഷൻ നമ്മൾ എയിം ചെയ്യണം. അത് ലൈവില്
ചിലപ്പോൾ ഒറിജിനൽ സിംഗേഴ്സിന് പോലും അത് പാടാൻ പറ്റില്ല. അതൊരു അവയർനെസ് ആണ്, അവർക്ക് ഒരു അവയർനെസ് അത് ഉണ്ണിച്ചേട്ടന് നന്നായിട്ട് അറിയാമല്ലോ. ഉണ്ണിച്ചേട്ടൻ അങ്ങനെ ഒരു കിടിലം പെർഫോമർ അല്ലേ. എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട്, അത് റെക്കോർഡിങ്ങിന് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ഇപ്പൊ ചിത്ര ചേച്ചി പാടുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ചേച്ചി റെക്കോർഡിങ്ങിന് പാടുന്ന പെർഫെക്ഷനിൽ തന്നെ ഈ പാട്ടുകളൊക്കെ അത്രയും ടഫായിട്ടുള്ള സോങ്സ് അതേ എക്സ്പ്രഷനിൽ ചേച്ചിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഗ്രൂം ചെയ്യുന്നതും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവര് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ബിക്കം യുനോ സച്ച് എ ഫൈൻ സിംഗേഴ്സ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈൻ ട്യൂണിങ് ആണ്. അതെ, ഒരു കോസ്റ്റ് ട്യൂണിങ് അല്ല, ഫൈൻ ട്യൂണിങ് ആണ്. ആ ട്യൂണിങ്ങിലാണ് ശരിക്കും ആ ഫ്രീക്വൻസി ശരിക്കും കണ്ടെത്താൻ പറ്റുന്നത്. അതെ, ഇത്രയും ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് മോൾക്ക് യുനോ യു ആർ എൻറിച്ചിങ് യുവർ സെൽഫ് ടു ബി എ ബെറ്റർ സിംഗർ. ഹലോ, അപ്പൊ എന്ത് ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും അത് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് അത് ആ പാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു വിൽ ബി എ മച്ച് ബെറ്റർ സിംഗർ. ഓക്കെ, ഗുഡ് ലക്ക്. അപ്പൊ എൻ്റെ, നമ്മുടെ അച്ഛൻ്റെ, അമ്മയുടെ, മീനൂട്ടിയുടെ, നമ്മുടെ ഓർക്കസ്ട്രക്കാരുടെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അഖൈദി കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98 on 100. അപ്പൊ അഖൈദി കുട്ടി, ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ സന്തോഷായില്ലേ, ഡെഡിക്കേഷൻ റൗണ്ട് കഴിഞ്ഞു, 98 മാർക്സ് കിട്ടി. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഞാനാണ്, അഖൈദി കുട്ടിയാണ്. പെർഫോമർ ഓഫ് ദി ഡേ. വീണ്ടും വീണ്ടും പല്ലേക്കണേ. വെൽക്കം. അഖൈദി കുട്ടിക്ക് നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ താങ്ക് യു അഖൈദി കുട്ടി, താങ്ക് യു MJ അങ്കിളെ. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ. അപ്പൊ നമ്മുടെ കുട്ടി പാട്ടുകാരുടെ നല്ല നല്ല പാട്ടുകളും ഒത്തിരി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമുള്ള എന്നാലും ഒത്തിരി വർത്താനം പറഞ്ഞൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മിയാണ്. പ്രേക്ഷകരാരും അത് മിസ് ചെയ്യരുത്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഇതേ സമയം കാണും വരേക്കും ടാറ്റാ ബൈ, സീ യു.